ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ചെറുപയർ പായസമാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. വളരെ കുറഞ്ഞ ചേരുവയും അതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും പറ്റുന്നതാണ് നമ്മുടെ ഈ ചെറുപയർ പായസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു 1/2 കപ്പ് അളവിൽ ചെറുപയർ എടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചെറുപയർ എടുക്കാവുന്നതാണ്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം പയർ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. പയറെല്ലാം നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ ഈ പയറൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു കുക്കറൊന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകിയെടുത്ത നമ്മുടെ പയറൊന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഈ പയർ വേകാനും ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം ഒരു 2 കപ്പോളം വെള്ളം മാത്രം മതിയാവും. നമുക്ക് ഒരുപാട് വെള്ളം വെക്കരുത്, എങ്കിൽ പിന്നെ നമ്മുടെ ഈ പയർ നല്ലതുപോലെ വെന്ത് കഴിഞ്ഞാലും പിന്നീട് വെള്ളം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് അടച്ച് വെക്കണം. അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 4-5 വിസിൽ വരെ വരട്ടെ. അതായത് ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചിരുന്നാൽ മതിയാവും. നല്ല ഹൈ ഫ്ലെയിം, അതായത് ചില ഗ്യാസ് അടുപ്പിലേക്ക് നല്ലതുപോലെ ഫ്ലെയിം വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോകും, നമ്മുടെ ഈ പയർ വേഗത്തില്ല. അതിൻ്റെ പേരിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4-5 വിസിൽ വരെ, കാരണം നല്ലതുപോലെ വെന്ത് കുഴഞ്ഞ് വേണം നമ്മുടെ ഈ പയർ കിട്ടാനായിട്ട്. നമ്മുടെ ഈ പയറൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ 1 കപ്പ് നിറയാണ് ശർക്കര എടുത്തിട്ടുള്ളത്. 150 ഗ്രാം അളവിലാണ്. അപ്പോൾ നമുക്കൊരു കടായിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് അലിഞ്ഞു വരാനായിട്ടും ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ഒരു 1/4 കപ്പ് അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഈ വീഡിയോസിൻ്റെ എല്ലാം 1 മിനിറ്റ് ഷോർട്ട് വീഡിയോസും അതുപോലെ തന്നെ പുതിയ പുതിയ കിച്ചൺ ടിപ്സും എല്ലാം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷമീസ് ഷോർട്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ പിൻഡ് കമൻറ്റായിട്ടും കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്തേക്കണേ. ഇപ്പോൾ നമ്മുടെ ശർക്കരയെല്ലാം നന്നായിട്ടൊന്ന് ഉരുകി വന്നിട്ടുണ്ട്. അതിൻ്റെ കട്ടയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. കാരണം ഇതിലിപ്പോൾ അത്യാവശ്യം ചെറിയ ചെറിയ തരിതരിയായിട്ടുള്ള കല്ലുണ്ടാകും, അതുപോലെ തന്നെ നമ്മുടെ ഈ കരിമ്പിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് അരിച്ച് വേണം നമ്മളത് എടുക്കാനായിട്ട്. നമ്മുടെ പയറിട്ടതിന് ശേഷം ഏകദേശം ഒരു 4 വിസിലോളം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തന്നെ മതിയാകും. ഇത്രയും കൊണ്ട് ഈ സമയം കൊണ്ട് തന്നെ നല്ലതുപോലെ വെന്ത് കുഴഞ്ഞിട്ടുണ്ടാവും. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതുകൊണ്ട് തന്നെ തുറന്ന് കളയരുത്. ഇത് നല്ലതുപോലെ ഇതിനുള്ളിൽ പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് പോയതിന് ശേഷം മാത്രം നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ കുക്കറിലെ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ നന്നായിട്ട് നമ്മുടെ ഈ പയറെല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം നമുക്ക് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. നമ്മളിപ്പോൾ ഇതിലേക്ക് ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഇതിലുണ്ടാവും. അപ്പോൾ ഇതുപോലെ വെന്ത് കുഴഞ്ഞ് വേണം കേട്ടോ നമുക്കിത് കിട്ടാനായിട്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട കാര്യമാണ്, നമ്മളിതാ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ ശർക്കര പാനിയാണ്. അത് നല്ലതുപോലെ ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർക്കാം. നല്ല കട്ടിയായിട്ടുള്ള ശർക്കര പാനിയാണ്. ശർക്കര പാനിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഒന്ന് വെന്ത് കുഴഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പയറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഒരു തൈ വെച്ചിട്ട് നല്ലതുപോലെ ഇത് വീണ്ടും ഒന്ന് ഉടച്ചു കൊടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ പയറൊക്കെ ആവശ്യത്തിലധികം ഒന്ന് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഈ ഒരു സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി. അപ്പോൾ ഏലക്കയുടെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും.
കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചുക്കുപൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. നന്നായിട്ട് ഇഞ്ചിയൊക്കെ ഒന്ന് ഉണക്കി പൊടിച്ചതാണ്. അപ്പോൾ അതും കൂടി ചേർക്കാം. നമ്മൾ ഈ ചുക്കുപൊടി ചേർക്കുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ അധികം മധുരം കഴിക്കുമ്പോഴത്തേക്കും ഒരു മടുപ്പ് ഇങ്ങനെ തോന്നില്ലേ, അപ്പോൾ അതങ്ങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചുക്കുപൊടിയിലേക്ക് ചേർക്കുന്നത്. എപ്പോഴും നമ്മൾ മധുരമൊക്കെ തയ്യാറാക്കുമ്പോഴത്തേക്കും ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടി ചേർക്കാറുണ്ട്. അതുപോലെ ഒരു അല്പം മാത്രം ഉപ്പും കൂടി ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ചുകൊണ്ടിരിക്കുന്ന സമയം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 1.5 കപ്പ് അളവിൽ തേങ്ങാപ്പാലും കൂടി. തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ പ്രത്യേകം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. 1-ാം പാൽ തന്നെ എടുക്കണം. അതിനുശേഷം നല്ല രീതിയിൽ ഇതെല്ലാം വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നല്ലതുപോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ ചെറുപയർ പായസം ഇപ്പോൾ ഇത്രയും കട്ടിക്കാനുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ നല്ല കട്ടി ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇതെല്ലാം ഒന്ന് ഉടച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇച്ചിരി കൂടി നല്ലതുപോലെ കുറുകി കിട്ടും. പക്ഷേ ഞാൻ എപ്പോഴും ഈ ഒരു രീതിക്കാണ് പായസം തയ്യാറാക്കി എടുക്കാറുള്ളത്. ഈ ഒരു മീഡിയം ടൈപ്പിലുള്ള ഈ ഒരു കട്ടിയാകുമ്പോഴത്തേക്കും തണുത്ത് കഴിഞ്ഞാലും ഒരുപാട് അങ്ങനെ കട്ടിയായിട്ട് അങ്ങ് ഇരിക്കില്ല. അതിൻ്റെ പേരിലാണ്. അപ്പോൾ ഇതിപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതിലേക്ക് താളിച്ചും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ചെറിയൊരു ചീനച്ചട്ടി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പശു നെയ്യാണ്, നെയ്യ് മസ്റ്റാണ്. നമ്മുടെ ഈ പായസത്തിൽ എപ്പോഴും നല്ല ഒരു ഫ്ലേവർ കൊടുക്കുന്നത് നെയ്യ് തന്നെയാണ്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ ഇതിലേക്ക് വേണ്ടതാണ് ഒരല്പം തേങ്ങാക്കൊത്തും കൂടി. നമ്മുടെ ഇഷ്ടത്തിൻ്റെ നമ്മുടെ അളവിനനുസരിച്ച് എടുക്കാവുന്നതാണ്. തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. ചെറുതായിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. നമ്മുടെ ഈ തേങ്ങാക്കൊത്തിൻ്റെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ട് മാറി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇതിലേക്ക് വേണ്ടതാണ് ഒരല്പം അണ്ടിപ്പരിപ്പും കൂടി. നമ്മുടെ ഈ കാഷ്യൂനട്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ വീണ്ടും ഒന്ന് വറുത്ത് കൊടുക്കണം. നമ്മുടെ കാഷ്യൂനട്ടും അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും എല്ലാം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അതിനുശേഷം ഈ ചൂടോടുകൂടി തന്നെ നമ്മുടെ ഈ താളിപ്പ് പായസത്തിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ ഇതെന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെറുപയർ പായസമായിരിക്കും എന്ന്. ഉറപ്പായിട്ട് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് നല്ല സൂപ്പറായിട്ട് ഇഷ്ടമാവും. വളരെ കുറഞ്ഞ ചേരുവയിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഈ പായസം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.